വക്കി ടോക്കിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ണൂർ ജില്ലയിലെ അറിയപ്പെടുന്ന ക്ഷേത്രമായ പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പ ക്ഷേത്രത്തിനടുത്തുള്ള സ്നേക്ക് പാർക്കിലേക്കാണ് ഈ എപ്പിസോഡ് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. കണ്ണൂർ പട്ടണത്തിൽ നിന്നും ഏകദേശം 16 കിലോമീറ്റർ അകലെയാണ് പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ നിന്നും കാസർഗോഡ് ഫോർട്ട് പിന്നിട്ട് മൂകാംബിക, കുടജാദ്രി, മുരുദേശ്വർ, ഉടുപ്പി, മാൽപ്പെ ബീച്ച് എന്നിവ കണ്ടതിന് ശേഷം തിരികെ കേരളത്തിലേക്ക് വരുമ്പോൾ ആ ലിസ്റ്റിൽ കാണുന്ന അവസാനത്തെ സ്പോട്ടാണ് ഈ സ്നേക്ക് പാർക്ക്. 1993 രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിൽ കത്തിയമർന്ന പാർക്ക് ഇന്ന് മലബാറിലെ പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രമാണ്. 1982 പാപ്പിനിശ്ശേരി വിഷചികിത്സാ കേന്ദ്രത്തിൻ്റെ കീഴിൽ CMP നേതാവും മന്ത്രിയുമായിരുന്ന രാഘവൻ ആരംഭിച്ചതാണ് ഈ പാർക്ക്. സ്നേക്ക് പാർക്കിൽ പ്രവേശിച്ചാൽ ആദ്യം കാണുന്നത് മറൈൻ അക്വേറിയമാണ്. വിവിധ തരം മീനുകൾ, നക്ഷത്ര ആമ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയ അക്വേറിയം സെക്ഷനാണ് ടിക്കറ്റ് എടുത്ത് ആദ്യം കയറി ചെല്ലുക. രാഷ്ട്രീയ വിരോധം തീർക്കാൻ 1993 പാർക്കിന് തീയിട്ടപ്പോൾ പാമ്പും മുതലയും പക്ഷികളുമടക്കം 100 കണക്കിന് ജീവനുകളാണ് കത്തിയമർന്നത്. വീണ്ടും പ്രവർത്തനം ആരംഭിച്ചെങ്കിലും അനധികൃതമായി നടത്തുന്ന മൃഗശാലയെന്നാരോപിച്ച് സ്നേക്ക് പാർക്ക് പൂട്ടി. നിയമ പോരാട്ടങ്ങളിലൂടെയാണ് പാർക്ക് വീണ്ടും തുറന്നത്. പാമ്പുകടിയേറ്റ രോഗികൾക്കൊപ്പം കടിച്ച പാമ്പിനെയും ആൾക്കാർ വിഷചികിത്സാ കേന്ദ്രത്തിലേക്ക് എത്തിക്കാറുണ്ടായിരുന്നു. കടിച്ചത് ഏത് പാമ്പെന്നറിയാനായിരുന്നു ഇത് ചെയ്തിരുന്നു. ഇവയെ സംരക്ഷിക്കാനും പാമ്പുകളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും രൂപപ്പെടുത്തിയെടുത്തതാണ് ഈ സ്ഥലം. ഫോഡിയാക് ട്രീസ് എന്ന ബോർഡ് സഹിതം വിവിധ മരങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. നമ്മളിവിടെ ഇരുന്ന് ഇങ്ങനെ വന്നു, ഇപ്പം ഇവിടെ നിൽക്കുക. കാട്ടുപൂച്ച, മരപ്പട്ടി, ഉടുമ്പ്, മുള്ളൻ പന്നി, പരുന്ത് എന്നിവയുള്ള ജീവജാലങ്ങളെ കണ്ടു കഴിഞ്ഞ് നമ്മൾ പാമ്പുകളുള്ള ഭാഗത്തേക്ക് നടന്നെത്തും. വിവിധയിനം പാമ്പുകളെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അവയെല്ലാം നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെടുന്നുണ്ട് ഈ സ്ഥലത്ത്. അതുപോലെ തന്നെ നാട്ടിൽ നിലകൊള്ളുന്ന പാമ്പുകളെക്കുറിച്ചുള്ള ചില തെറ്റിദ്ധാരണകൾ മനസ്സിലാക്കാൻ മിത്ത് ആൻഡ് ഫാക്ട്സ് എന്ന ബോർഡുകൾ വായിച്ച് നമുക്ക് അറിവ് നേടാൻ സാധിക്കും. പിന്നീട് കാണാൻ സാധിക്കുന്നത് ഒരു കൂട്ടം മുതലകളുടെ സെക്ഷനാണ്. നീ മാത്രം കഴിച്ചാൽ മതിയോടാ, മറ്റോട് കഴിക്കണ്ടേ? അവരോട് കൂടെ എന്താടി പിക്ക് ജോണിയോട് പേടിയാണോ? എല്ലടി ജോണി. അതിനടുത്ത് തന്നെ ദ ക്രൊക്കഡൈൽ ഹണ്ടർ എന്നറിയപ്പെടുന്ന 2006 മരണപ്പെട്ടു പോയ വൈൽഡ് ലൈഫ് എഡ്യൂക്കേറ്ററായിരുന്ന സ്റ്റീവ് ഇർവിൻ്റെ സ്റ്റാച്യുവും കാണാൻ സാധിക്കും. ഇതെല്ലാം ഇവിടെ മികച്ച രീതിയിലാണ് ഇവിടെ പരിപാലിക്കുന്നതെന്ന് എടുത്തു പറയേണ്ട ഒന്നാണ്. അറിവുകൾ നൽകുന്ന ബോർഡുകളും കുട്ടികൾക്ക് കളിക്കാനുള്ള ചില പ്ലേ ഏരിയാസും ചെറിയ വിശ്രമയിടങ്ങളും ഐസ്ക്രീം, സ്നാക്സ്, ടീ, കോഫി എന്നിവയ്ക്കായുള്ള ചെറിയ കടകളും പച്ചിലപ്പാമ്പ്, അണലി, രാജവമ്പാല എന്നിവ ഉൾപ്പെടുന്നതും ഗ്രൂപ്പ് ഓഫ് സ്നേക്സ് എന്ന രീതിയിൽ ഒരു കൂട്ടം പാമ്പുകളെ നിറച്ചിട്ടുള്ള നാച്ചുറലായി ഒരുക്കിയെടുത്ത ഒരു കൂടും നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മൾ പോകുന്ന വഴിയിൽ ഇങ്ങനെ മാർക്ക് ചെയ്തിരിക്കില്ല. എവിടെ നിൽക്കണോ അവിടെ
അത് കൊള്ളാം. ഇതിങ്ങനെ ചിക്കിട്ട് ഇങ്ങനെ വീടിൻ്റെ അപ്പോൾ കാണാനേ. ഫോട്ടോസ് എടുക്കുന്നതിനുള്ള ചെറിയ കോർണറുകളും വളരെ മികച്ച രീതിയിൽ രൂപപ്പെടുത്തിയ സ്റ്റാച്യൂകളും ഈ സ്ഥലത്തിനെ വ്യത്യസ്തമാക്കുന്നു. ഇൻസ്റ്റാഗ്രാമിൽ ടാഗ് ചെയ്ത് തിരഞ്ഞെടുത്ത ഫോട്ടോസുകളും ഇവിടെ പ്രിൻ്റ് ചെയ്ത് ഫ്രെയിമുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മഴ വരുമ്പോഴാണ് മയിൽപ്പീലി വിടർത്തുക എന്ന് തെറ്റിദ്ധരിച്ച ആ ചെറുപ്പത്തിലെ ആ കേട്ടറിവ് അത് തിരുത്തുന്നതിനായി ഇണയെ ആകർഷിക്കുന്നതിനായുള്ള പെടാപ്പാട് പെടുന്ന ഒരു ആൺമയിലിനെയും ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചു. അതൊക്കെ കണ്ട് ചിരിച്ചും കാഴ്ചകൾ കണ്ടും പുറത്തേക്ക് നടന്നു. ഡുവൽ എക്സ്പീരിയൻസ് ചെയ്യുന്നതിനായുള്ള സ്ഥലവും ഉപ്പിലിട്ടതും മുളകിലിട്ടതുമൊക്കെ വിൽക്കുന്നതും കുട്ടികൾക്കായുള്ള ടോയ്സ്, മിഠായികൾ, അലങ്കാര വസ്തുക്കൾ എന്നിവ വിൽക്കുന്ന ചെറിയ ചെറിയ സ്റ്റാളുകളും ഈ സ്നേക്ക് പാർക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കണ്ടിറങ്ങി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പഴയ ഓർമ്മപ്പെടുത്തലുകളുമായി വിൽക്കാനിരിക്കുന്ന ഒരാളിൽ നിന്നും കുറച്ച് സാധനങ്ങൾ വാങ്ങി പുറം ചുമരിലെ കണ്ണൂർ ആർട്സ് ഹബ് എന്ന ഇൻസ്റ്റാഗ്രാം കൂട്ടായ്മ ഒരുക്കിയ കരവിരുതുകളും കണ്ടുകൊണ്ടാണ് വീട്ടിലേക്ക് തിരിച്ചത്. മാഹിയിൽ നിന്നും വീണ്ടും പെട്രോൾ അടിച്ച് വഴിയിൽ നിന്നും കരിമ്പിൻ ജ്യൂസ് കുടിച്ച് റെസ്റ്റോറൻറ്റിൽ നിന്നും ഭക്ഷണം കഴിച്ച് 1113 കിലോമീറ്റർ നീണ്ടു നിന്ന ഈ മുഴുനീളൻ യാത്ര അത് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് രാത്രി വീട്ടിലേക്ക് തിരിച്ചെത്തി. ഇനി മറ്റൊരു സ്ഥലവും കാഴ്ചകളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെയ്ക്കും ബൈ ബൈ.